സമാദരണീയ ഭക്തജനങ്ങൾക്ക് സാദര നമസ്കാരം. ക്ഷേത്രവീഥികളിലൂടെ സഞ്ചരിച്ച് ക്ഷേത്ര ഐതിഹ്യങ്ങളും ക്ഷേത്ര പെരുമയും ചരിത്രവും ഭക്തഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരിക്കാവിൽ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശാന്തസ്വരൂപിണിയായ കിഴക്കഞ്ചേരിക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ആയിരം വർഷത്തിനടുത്ത് പഴക്കമാണ് ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. പുരാതന കാലത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു പാലക്കാട് ജില്ല. ഈ പാലക്കാടിനെ സംരക്ഷിക്കാൻ കണ്ണകി എന്ന ഉഗ്രമൂർത്തിയുടെ അവതാരങ്ങളിലൊന്നായ ദുർഗാ ഭഗവതിയെ അന്നത്തെ നാടുവാഴികൾ ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്കായി കിഴക്കഞ്ചേരിക്കാവിൽ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. ഇപ്പോഴുള്ള കിഴക്കഞ്ചേരി എന്ന ദേശത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കിഴക്കഞ്ചേരി എന്ന വലിയ ഒരു തമിഴ് ബ്രാഹ്മണ ഗ്രാമമുണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അഗ്രഹാരത്തെ മുഴുവൻ ചുട്ടരിക്കുകയും അവിടെയുള്ള തമിഴ് ബ്രാഹ്മണർ പ്രാണരക്ഷാർത്ഥം ഓടി വടക്കഞ്ചേരിയിൽ എത്തി നിൽക്കുകയും ചെയ്തു. വടക്കഞ്ചേരിക്കടുത്ത് താമസമാക്കിയ തമിഴ് ബ്രാഹ്മണർ അവരുടെ മുൻ ഗ്രാമത്തിൻ്റെ പേര് ആ ദേശത്തിന് നൽകുകയും അങ്ങനെ ആ ദേശം പിന്നീട് കിഴക്കഞ്ചേരി എന്ന് അറിയപ്പെടുകയും ചെയ്തു. മഹാപണ്ഡിതന്മാരായ നമ്പൂതിരി ശ്രേഷ്ഠന്മാരാണ് ക്ഷേത്രത്തിലെ പൂജാവിധികൾ നടത്തി വന്നിരുന്നത്. ശ്രീ കിഴക്കഞ്ചേരി ഭഗവതി ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും ടിപ്പുവിൻ്റെ പടയോട്ട നാളുകളിൽ നിന്നും തൻ്റെ ദേശത്തെ രക്ഷിച്ചു പോന്നു എന്നാണ് ചരിത്രം. ശ്രീ ദുർഗാദേവി ശാന്തസ്വരൂപിണിയാണ്. ഭഗവതിക്ക് കാവലായി തെക്കോട്ട് ദർശനമായി ഉഗ്രമൂർത്തിയായി ഭദ്രകാളി പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ഈശാനകോണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ ദുർഗാ സന്നിധിയും ഭദ്രകാളി സന്നിധിയും വരുന്നു എന്നതും ഈ രണ്ടു ദേവതകളെയും മുഖമണ്ഡപത്തിൽ നിന്ന് തൊഴുവാൻ സാധിക്കുന്നു എന്നതും ഏറെ പ്രാധാന്യമുള്ളതും അപൂർവവുമാണ്. മാസത്തിലെ 30 ചൊവ്വാഴ്ച മാത്രമാണ് ഭദ്രകാളിക്ക് 3 നേരം പൂജ നടത്തുന്നത്. ഭദ്രകാളിക്ക് ചാന്താഭിഷേകം ഏറെ പ്രധാനപ്പെട്ട വഴിപാടായിട്ടാണ് കണക്കാക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ത്രികാല പൂജയും മംഗല്യത്തിന് സ്വയംവര പുഷ്പാഞ്ജലിയും നെടുമംഗല്യത്തിന് കുങ്കുമാർച്ചനയും നടത്തുന്നതിൽ ഏറെ ഫലസിദ്ധി കണ്ടുവരുന്നു. ഉപദേവന്മാരായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും ബ്രഹ്മരക്ഷസും നാഗദൈവങ്ങളും അയ്യപ്പൻ പ്രതിഷ്ഠയുമാണ് ഉള്ളത്. മേടമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം. ഭഗവതിയുടെ പിറന്നാൾ ദിവസമായ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ വളരെ വിപുലമായ രീതിയിൽ പ്രസാദകൂട്ട് നടന്നുവരുന്നു. നവരാത്രി ഉത്സവം വളരെയേറെ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. ആയിരത്തി 1999 ജനുവരി 22-ാം തീയതിയാണ് ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നത്. ഒരു കാലത്ത് 18,000 പറ നെല്ല് ലഭിച്ചിരുന്ന കൃഷിഭൂമി ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. കിഴക്കഞ്ചേരി കാവിലമ്മ ഈ ദേശത്തിൻ്റെ അമ്മയായി തൻ്റെ ഭക്തരെ കാക്കുന്നു എന്നതിൽ ഭക്തർ നടത്തുന്ന ജീർണോദ്ധാരണ പങ്കാളിത്തത്തിൽ നിന്ന് വ്യക്തമാണ്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.